സിദ്ധാർത്ഥിന്റെ സുഹൃത്തിന്റെ ഒരു ഓഡിയോ സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥിനെ സഹപാഠികൾ തല്ലിക്കൊന്നതെന്ന് ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. സിദ്ധാർത്ഥിന്റെ ബാച്ചിലുള്ളവർക്കും മരണത്തിൽ പങ്ക് എന്നുണ്ട്. ഇവർ പുറത്ത് നല്ലവരായി അഭിനയിക്കുകയാണെന്നും സുഹൃത്ത് പറയുന്നുണ്ട്. ഓഡിയോ സന്ദേശം കുടുംബ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നമുക്കത് കേൾക്കാം. മൃഗീയമായിട്ട് അവന് പട്ടീനെ തല്ലണം, അത് അവനെ തല്ലിയിട്ടുള്ളവര് എല്ലാവരും കാണാൻ ഹോസ്റ്റലിൽ നടുക്കുവെച്ച് വരുന്നവനും പോകുന്നവരും അവനെ വയറെടുത്തും ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലിയത്. മൃഗീയമായിട്ട് അവനെ തല്ലിയിട്ടുള്ളവര് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവനെ തല്ലിക്കുന്നത് തന്നെയാണ്. അവന്റെ ബാച്ചിലുള്ളവരും ഇതില് പങ്കുണ്ട്. ഒരാളെ പോലും വെറുതെ വിടരുത്, കൊന്നതാ. അവന്മാര് പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചവന്മാരുടെ കഴുകന്മാരെ കാണും മോശം ആൾക്കാർ. മൃഗീയമായിട്ട് അവനെ പട്ടീനെ തല്ലണം, അത് അവനെ തല്ലിയിട്ടുള്ളവര് എല്ലാവരും കാണാൻ ഹോസ്റ്റലിൽ നടുക്കുവെച്ച് വരുന്നവനും പോകുന്നവരും അവനെ വയറെടുത്തും ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലിയത്. മൃഗീയമായിട്ട് അവനെ തല്ലിയിട്ടുള്ളവര് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവനെ തല്ലിക്കുന്നത് തന്നെയാണ്. അവന്റെ ബാച്ചിലുള്ളവരും ഇതില് പങ്കുണ്ട്. ഒരാളെ പോലും വെറുതെ വിടരുത്, കൊന്നതാ. അവന്മാര് പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചവന്മാരുടെ കഴുകന്മാരെ കാണും മോശം ആൾക്കാർ. സങ്കടകരമാണ്. ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന, ഇല്ലെങ്കിൽ ഒരുപാട് പേർ മർദ്ദിച്ചു എന്ന് തെളിയിക്കുന്ന ഒരു ഓഡിയോയാണ്. ആ കുട്ടി സംസാരിക്കുന്നതിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം സങ്കടത്തോടെയാണ് പറയുന്നതെന്ന്.